നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്രപാദത്തിൽ ജനിച്ചവർക്ക് ജനുവരി മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ജ്യോതിഷപരമായി ഏറ്റവും കൂടുതൽ ഗ്രഹമാറ്റങ്ങൾ നടക്കുന്ന ഒരു മാസമാണ് ജനുവരി മാസം. ശനി മീനം രാശിയിലും ചൊവ്വയും ശുക്രനും ബുധനും സൂര്യനും ധനു, മകരം രാശികളിലും, കേതു ചിങ്ങം രാശിയിലും, രാഹു കുംഭം രാശിയിലും, വ്യാഴം മിഥുനം രാശിയിലും സഞ്ചരിക്കുന്നു. ഈ വീഡിയോയിൽ പറയുന്ന ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ അനുഭവപ്പെടാനായി എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. അതിനാൽ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ധനുരാശിക്കാർക്ക് ജനുവരി മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. നിലവിൽ ധനുക്കൂറുകാർക്ക് സൂര്യൻ ജനുവരി 14 തീയതി വരെ ജന്മഭാവത്തിൽ സഞ്ചരിക്കുന്നു. അതിനാൽ ജോലിസ്ഥലത്തോ സാമൂഹികമായ കൂട്ടായ്മകളിലോ നേതൃസ്ഥാനം ഏറ്റെടുക്കാനുള്ള അവസരങ്ങൾ വന്നുചേരും. വെല്ലുവിളികളെ നേരിടാനുള്ള ആത്മവിശ്വാസം വർദ്ധിക്കും. കഠിനാധ്വാനത്തിലൂടെ തടസ്സങ്ങളെ മറികടക്കാൻ സാധിക്കും. സർക്കാർ സംബന്ധമായ ജോലികൾക്കായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നിയമപരമായ പ്രശ്നങ്ങളിൽ വ്യക്തത വരികയും ചെയ്യും. ഭരണമാറ്റത്തിന്റെ ഭാഗമായി രാഷ്ട്രീയത്തിലോ ഭരണരംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ഉത്തരവാദിത്തങ്ങളും പദവികളും ലഭിക്കാൻ സാധ്യതയുണ്ട്. PhD ചെയ്യുന്നവർക്കും ശാസ്ത്രീയ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഈ ഗ്രഹസഞ്ചാരം മികച്ച ഫലങ്ങൾ നൽകും. ജ്യോതിഷം, മനഃശാസ്ത്രം തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് പുതിയ അറിവുകൾ നേടാൻ സാധിക്കും. പ്രശ്നങ്ങളിൽ അപ്രതീക്ഷിതമായ ഉൾക്കാഴ്ചകൾ ഈ സമയത്ത് ലഭിക്കാറുണ്ട്. തടസ്സപ്പെട്ട് കിടന്നിരുന്ന പാരമ്പര്യ സ്വത്തുക്കളോ ധനമോ അപ്രതീക്ഷിതമായി നിങ്ങളുടെ പേരിൽ വരാൻ സാധ്യതയുള്ള സമയമാണിത്. ഇൻഷുറൻസ് തുകയോ പഴയ നിക്ഷേപങ്ങളോ തിരികെ ലഭിച്ചേക്കാം. മറ്റുള്ളവരുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടാനും നിങ്ങളുടെ വാക്കിന് വില ലഭിക്കാനും ഈ സമയം സഹായിക്കും. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സമൂഹത്തിൽ നിങ്ങൾക്ക് ബഹുമാനം നേടിത്തരും. സൂര്യൻ 1-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പിത്തസംബന്ധമായ അസ്വസ്ഥതകളോ നേരിയ തലവേദനയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടാതെ അമിതമായ ദേഷ്യം വരാതെ നിയന്ത്രിക്കേണ്ടതും അത്യാവശ്യമാണ്. മാത്രമല്ല, ഇവർക്ക് അനാവശ്യമായി ഒരുപാട് യാത്ര ചെയ്യേണ്ടതായും യാത്രാ ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥകളും ഉണ്ടാകും. ആദിത്യ ഹൃദയം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് സൂര്യദോഷങ്ങൾ മാറ്റി മനസ്സിന് ശാന്തിയും ശരീരത്തിന് ആരോഗ്യവും നൽകും. ആദിത്യ ഹൃദയ മന്ത്രം നമ്മുടെ ചാനലിലുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മന്ത്രം നോക്കി വായിക്കാനും സാധിക്കുന്നതാണ്. എന്നാൽ ജനുവരി 14 തീയതി സൂര്യൻ ധനുരാശിക്കാരുടെ 2-ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. 2-ാം ഭാവത്തിലെ സൂര്യൻ സംസാര രീതിയെ സ്വാധീനിക്കും. സംസാരത്തിൽ ആത്മവിശ്വാസവും അധികാരഭാവവും കാണും. ചിലപ്പോൾ വാക്കുകൾ കഠിനമോ അഹങ്കാരപരമോ ആയി മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും. അതിനാൽ തന്നെയും വാക്കുകൾ വഴി അംഗീകാരവും വിമർശനവും ഒരുപോലെ ലഭിക്കാം. 9-ാം ഭാവാധിപനായ സൂര്യൻ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഭാഗ്യത്തിലൂടെ ധനലാഭം സൂചിപ്പിക്കുന്നു. അതിനാൽ തന്നെയും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നിരുന്നാലും ഇവരുടെ ആഡംബര ചിലവ് ജനുവരി മാസം 2-ാം പകുതിയിൽ വർദ്ധിക്കും. നിക്ഷേപ തീരുമാനങ്ങളിൽ പരിചയമുള്ള ആളുകളുടെ സഹായം തേടുന്നത് വളരെ നല്ലതാണ്. കാരണം അമിതമായ ആത്മവിശ്വാസം നിമിത്തം നഷ്ടസാധ്യതയുണ്ട്. എന്നാൽ ജാതകദശ അനുകൂലമായാൽ പിതൃസ്വത്ത് ലഭിക്കുന്നതിനും കാലം അനുകൂലമാണ്. കുടുംബ ഗൗരവം സംരക്ഷിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. കുടുംബത്തിൽ മറ്റുള്ളവരെക്കാൾ നിങ്ങളുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന സമയമാണിത്. പിതാവുമായോ മൂത്തവരുമായോ ബന്ധപ്പെട്ട തർക്ക വിഷയങ്ങൾ പരിഹാരത്തിനായി നിങ്ങളുടെ മുൻപിലെത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ അധികാര സ്വഭാവം കുടുംബത്തിലെ സമാധാനം കെടുത്താതിരിക്കാൻ ശ്രദ്ധ വേണം.
കരിയറിൽ അംഗീകാരം, പ്രശംസ, അധിക ചുമതലകൾ എന്നിവ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണ്. സർക്കാർ ജോലികൾ, മാനേജ്മെന്റ്, നേതൃസ്ഥാനങ്ങൾ എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ധനനേട്ടം ലഭിക്കാൻ ഇടയാകും. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന കാലമാണ്. സൂര്യൻ 2ാം ഭാവത്തിലായതിനാൽ ധാർമ്മിക മൂല്യങ്ങൾ, തത്വചിന്ത, മതപഠനം എന്നിവയിൽ താല്പര്യം വർദ്ധിക്കും. അധ്യാപകർ, ഗുരുക്കന്മാർ, പിതൃസമാനരായ വ്യക്തികൾ എന്നിവരിൽ നിന്ന് മാർഗനിർദ്ദേശം ലഭിക്കുകയും ചെയ്യും. കണ്ണ്, ഹൃദയം, രക്തസമ്മർദ്ദം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. അമിത ചൂട്, ക്ഷീണം എന്നിവ ഉണ്ടാകാം. ധനുക്കൂറുകാർക്ക് ശുക്രൻ ജനുവരി മാസത്തിൽ ജന്മഭാവത്തിലും 2ാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് വളരെ ഗുണപ്രദമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്ഥലം, വാഹനങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം ജനുവരി മാസത്തിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കുടുംബക്കാരെല്ലാവരും ഒരുമിച്ചൊത്തുകൂടുന്നതിനും വിശേഷപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ വിവാഹം നടക്കുന്നതിനും ലോട്ടറി, ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ ധാരാളം ധനനേട്ടം ഉണ്ടാക്കുന്നതിനും ഇവർക്ക് സാധിക്കും. തനിക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും കൂടാതെ പുതിയ വീട് പണിയുന്നതിനുമായുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാകും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കാൻ സാധ്യതയുള്ള സമയമാണിത്. ഇവരുടെ ശരീരത്തിന് സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതായി കാണാൻ സാധിക്കും. ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയവും ഒരുപക്ഷെ അപ്രതീക്ഷിതമായി നിധിദർശനം വരെ സാധ്യമായേക്കും. ഇവർക്ക് പല രീതിയിലൂടെയും ധാരാളം ധനവരവുണ്ടാകുകയും കൃഷി, ഫാമിംഗ്, വസ്ത്രം, ആഭരണങ്ങൾ, സുഗന്ധവസ്തുക്കളുടെ വ്യാപാരം മുതലായവ ചെയ്യുന്നവർക്ക് നല്ല വരുമാനവും പ്രതീക്ഷിക്കാവുന്നതാണ്. കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് വേണ്ട പരിഹാരങ്ങൾ ചെയ്ത് ചികിത്സ തേടിയാൽ പുത്രഭാഗ്യം ലഭിക്കാൻ ഇടയാകും. കലാസാഹിത്യ രംഗത്ത് പ്രത്യേകിച്ച് കവികൾ, ഗായകർ എന്നിവർക്ക് നല്ല ധനസൗഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണിത്. നിലവിൽ ധനുക്കൂറുകാർക്ക് ബുധൻ ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ കാലഘട്ടത്തിൽ ധനുക്കൂറുകാർക്ക് ചിന്താശക്തിയും സംസാര ധൈര്യവും വർദ്ധിക്കുന്നതായി തോന്നും. ഞാൻ പറയുന്നത് ശരിയാണ് എന്ന ആത്മവിശ്വാസത്തോടെ സംസാരിക്കും. അതേസമയം ഈ ആത്മവിശ്വാസം അമിതമായാൽ പ്രശ്നങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. ചിന്തിക്കാതെ സംസാരിക്കുക, മറ്റുള്ളവരുടെ വികാരങ്ങൾ കണക്കിലെടുക്കാതെ സത്യം തുറന്നു പറയുക, പരിഹാസത്തോടെ സംസാരിക്കുക തുടങ്ങിയവ ബന്ധങ്ങളിൽ വിള്ളൽ സൃഷ്ടിച്ചേക്കാം. മീറ്റിംഗുകൾ, പ്രസന്റേഷനുകൾ, ഫോണിലൂടെ സംസാരങ്ങൾ, ഇമെയിലുകൾ, രേഖകൾ എന്നിവയിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകും. എഴുതൽ, അക്കൗണ്ടിംഗ്, ട്രെയിനിങ്, പഠനം, മാർക്കറ്റിംഗ് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലം സജീവമായിരിക്കും. എന്നാൽ അതോടൊപ്പം ഡോക്യുമെന്റുകളിലെ ചെറിയ പിഴവുകൾ, തെറ്റായ ആശയവിനിമയം, വാക്കുകളുടെ തെറ്റായ വ്യാഖ്യാനം എന്നിവ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതിനാലെല്ലാം 2 തവണ പരിശോധിക്കുന്ന ശീലം അനിവാര്യമാണ്. ജനുവരി 17-ാം തീയതിയോടുകൂടി ബുധൻ തന്റെ 2ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു. ഇത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ്. ബിസിനസ്സിൽ നിന്നും എല്ലാവിധത്തിലും ധാരാളം ധനഭാഗ്യം നേടുന്നതിന് ഈ കാലഘട്ടം അനുകൂലമാണ്. പൊതുവെ ഇവരുടെ വളർച്ചയിൽ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന കാലഘട്ടമായിരിക്കും ഇത്. എന്നിരുന്നാലും പല രീതിയിലുള്ള അനാദരവ് ഇവർക്ക് നേരിടേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും. അതിനാൽ നാക്കുപിഴ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. പലരും തന്നെ ബഹുമാനിക്കുന്നില്ല എന്നോ സമൂഹത്തിൽ തനിക്ക് വേണ്ടത്ര മതിപ്പ് ലഭിക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഇവർക്ക് മനസ്സിൽ വന്നുകൂടിയേക്കാം. ബിസിനസ്, വ്യാപാരം എന്നീ മേഖലകളിൽ നിന്നും ഇവർക്ക് നല്ല ധനലാഭം നേടുന്നതിനായി സാധിക്കും. കൂടാതെ കുട്ടികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ദൃശ്യമാകുകയും ചെയ്യും. താൻ പഠിച്ച വിഷയത്തിൽ സ്വന്തം നാട്ടിലോ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. അധ്യാപക മേഖലകളിലും സർവീസ് സംബന്ധമായ മേഖലകളിലും കൂടാതെ ധനപരമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ മികച്ച ധനനേട്ടവും ജോലിയിൽ ഉയർച്ചയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകും. ധനുക്കൂറുകാർക്ക് ജനുവരി 16-ാം തീയതി വരെയുള്ള ചൊവ്വയുടെ ജന്മഭാവത്തിലെ സ്ഥിതി നിമിത്തം കയ്യിനോ കാലിനോ ക്ഷതം സംഭവിക്കുകയും
അത് നിമിത്തം നീരുണ്ടാകുന്നതിനുമെല്ലാം സാധ്യത കൂടുതലാണ്. ജനുവരി ആദ്യ പകുതി ധനുക്കൂറുകാർക്ക് ആത്മവിശ്വാസവും ധൈര്യവും സാധാരണയേക്കാൾ കൂടുതലായി അനുഭവപ്പെടും. ഞാനിത് ചെയ്യണം എന്ന ഉറച്ച തീരുമാന ശക്തി വർദ്ധിക്കും. പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാനും നേരത്തെ മാറ്റിവെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനും ശക്തമായ പ്രേരണ ഉണ്ടാകും. പലരും ഈ സമയത്ത് കൂടുതൽ ആക്റ്റീവായും സജീവമായും കാണപ്പെടും. ബുധൻ കൂടി അനുകൂലമല്ലാത്തതിനാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, എതിർവാദങ്ങളെ സഹിക്കാതെ പ്രതികരിക്കുക, സ്വന്തം അഭിപ്രായം ശക്തമായി അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ പ്രവണതകൾ ഉണ്ടാകാം. ഇത് വീട്ടിലും ജോലിസ്ഥലത്തും വഴക്കുകൾക്ക് കാരണമാകാം. മാർക്കറ്റ് സംബന്ധിയായി ആവേശത്തിൽ വാങ്ങലുകൾ നടത്തുക, നിക്ഷേപങ്ങളിൽ അതിവേഗം ചാടുക തുടങ്ങിയ പ്രവണതകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ ചൊവ്വ ജനുവരി 16 രാശി മാറി 2ാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതും ഗുണപ്രദമല്ല. വിലപ്പെട്ട വസ്തുക്കളെല്ലാം വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കുന്നതിനായി ശ്രദ്ധിക്കുക. 2ാം ഭാവം വാക്കുമായി ബന്ധപ്പെട്ട ഭാവമായതിനാലും ആ ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാലും ഇവർ സത്യം മാത്രമേ പറയാൻ തയ്യാറാകുകയുള്ളൂ. പക്ഷേ അത് ചിലർക്ക് വേദന ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിനുള്ളിൽ തന്നെ സംഭാഷണത്തെ ചൊല്ലി വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം. വാക്കുകളിലൂടെ ശത്രുതയും മത്സരവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജനുവരി 2ാം പകുതിയിൽ ജാഗ്രത വേണം. ധനപരമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാം. ഭൂമി, വാഹനം, മിഷനറി, നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങളിൽ ചെലവോ നിക്ഷേപമോ ഉണ്ടാകാം. സെയിൽസ്, ടെക്നിക്കൽ, സുരക്ഷ, സൈന്യം, പോലീസ്, സ്പോർട്സ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ ചൊവ്വയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തന ഭാരം കൂടും. വാക്കുകളിലൂടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഔദ്യോഗിക സംഭാഷണങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് പഠനത്തിൽ മത്സരബോധം വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധക്കുറവും പെട്ടെന്നുണ്ടാകുന്ന കോപവും പഠനത്തെ ബാധിക്കാം. ടെക്നിക്കൽ, എഞ്ചിനീയറിംഗ്, കായിക വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നല്ല സമയമാണ്. വായ, പല്ല്, നാവ്, തൊണ്ട എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, രക്തസമ്മർദ്ദം, അമിത ചൂട്, ചെറിയ കുരുക്കൾ എന്നിവയ്ക്കുള്ള സാധ്യത കാണുന്നു. ചൂടുള്ള ഭക്ഷണം, മസാലകൾ എന്നിവ ജനുവരി മാസത്തിൽ കുറയ്ക്കുന്നത് നല്ലതാണ്. നിലവിൽ ഇവർക്ക് വ്യാഴത്തിന്റെ 7ാം ഭാവസ്ഥിതി ഏറ്റവും അനുകൂലമാണ്. എല്ലാവിധ പ്രതികൂല സാഹചര്യങ്ങളിലും വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ്. ധനുരാശിക്കാർക്ക് നിലവിൽ ശനി 4ൽ സഞ്ചരിക്കുന്നതിനാൽ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അകറ്റുനിർത്തൽ ഉണ്ടാകുകയോ വേണ്ടത്ര സഹായം ഇല്ലാതിരിക്കുകയോ ചെയ്യും. മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുകയും പലപ്പോഴും മറ്റുള്ളവരോട് കോപ സ്വഭാവം പ്രകടിപ്പിക്കുകയും ശത്രുക്കളെ ശാരീരികമായി നേരിടണമെന്ന ചിന്ത ഉണ്ടാകുകയും ചെയ്യും. അതിനാൽ തന്നെ ഈ സമയം മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ധനുക്കൂറുകാർക്ക് ജനുവരി മാസത്തിൽ ചൊവ്വയ്ക്ക് ഗ്രഹയുദ്ധ പരാജയം കൂടി ഉള്ളതിനാൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലോ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രങ്ങളിലോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണപ്രദമാണ്. ഗ്രഹയുദ്ധം ധനുരാശിയിൽപ്പെട്ട പൂരാടം നക്ഷത്രത്തിലാണ് സംഭവിക്കുന്നത്. ആയതുകൊണ്ട് തന്നെ പൂരാടം നക്ഷത്രക്കാർ പ്രത്യേകിച്ച് കുടുംബക്ഷേത്രത്തിലോ ഭദ്രകാളി ക്ഷേത്രത്തിലോ വഴിപാടുകൾ ചെയ്യുന്നതും വളരെ ഗുണപ്രദമാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത്.